ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 10 മാത്തമാറ്റിക്സിൽ 7th ചാപ്റ്റർ കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ എക്സസൈസ് 7.2 ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ഓക്കെ, 1, 2, 4y, 6x6 and 3, 5 are the vertices of a parallelogram. Taken in order, find x and y. 1, 2, 4y, x6, 3, 5 എന്ന് പറയുന്നത് ഒരു പാരലോഗ്രാമിൻ്റെ വേർട്ടിസസ് ആണ്. ഒരു ഓർഡറിലാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാനൊരു റഫ് പാരലോഗ്രാം വരച്ചിട്ട് അതിന് പേരും കൊടുത്തു ABCD. 4 വേർട്ടിസസും കൊടുത്തു 1, 2, 4y, x6, 3, 5. 2 ഡയഗണൽസും വരച്ചു. കാരണം ഫോർ എ പാരലോഗ്രാം, കൺസിഡർ ദ പാരലോഗ്രാം ABCD. ഒരു പാരലോഗ്രാമിൻ്റെ ഡയഗണൽസ് എന്ത് ചെയ്യും? ബൈസെക്ട് ഈച്ച് അതർ. ഇവിടെ ACBD എന്ന് പറയുന്ന ഡയഗണൽസ് O എന്ന് പറയുന്ന പോയിന്റിൽ ബൈസെക്ട് ചെയ്യപ്പെടും. എങ്ങനെയാ? ഒരു പാരലോഗ്രാമിന്റെ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ചെറിയ ക്ലാസ് ഒന്നുമല്ല, 9ലും 8ലൊക്കെ പ്രോപ്പർട്ടീസ് ഓഫ് ക്വാഡ്രിലാറ്ററലും നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ പാരലോഗ്രാമിന്റെ ഡയഗണൽസ് എന്ത് ചെയ്യും? ബൈസെക്ട് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന റേഷ്യോസ് AO:OC എന്ന് പറയുന്നത് 1:1 ആണ്. DO:OB എന്ന് പറയുന്നതും 1:1 ആണ്. കാരണം ബൈസെക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വലി ഡിവൈഡ് ചെയ്യുക എന്നാണ്. ഇനി കൺസിഡർ ദ ഡയഗണൽ AC എന്ന് പറയുന്ന ഡയഗണൽ കൺസിഡർ ചെയ്യുക. അവിടെ ഞാൻ റേഷ്യോ കാണാൻ O എന്ന് പറയുന്ന കോർഡിനേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യണം കേട്ടോ. M1x2 + M2x1 ഡിവൈഡഡ് ബൈ M1 + M2, M1y2 + M2y1 ഡിവൈഡഡ് ബൈ M1 + M2. M1 M2 1:1 ആണ്. ഞാനിതിൽ കൊടുത്തു മക്കളെ, ഇവിടെ ശ്രദ്ധിച്ചോ. M1 1 ആണ്, x2നെ ഞാൻ x ആക്കിയിട്ട് എടുത്തു. M2 1 ആണ്, x1നെ ഞാൻ 1 ആക്കിയിട്ട് എടുത്തു. ഡിവൈഡഡ് ബൈ 1 + 1. ദെൻ M1 1 ആണ്, y2നെ ഞാൻ 6 എടുത്തു, y1 ഞാൻ 2 എടുത്തു. ഓക്കെ, അപ്പോൾ 1 × 6 + 1 × 2 ഡിവൈഡഡ് ബൈ 1 + 1. 1 × x എന്താണ്? x ആണ്. 1 × 1 എന്താണ്? 1 ആണ്. 1 × 6 6 ആണ്. 1 × 2 2 ആണ്. 1 + 2 2 ആണ്. അപ്പോൾ x + 1/2 6 + 2/2. 6 + 2 എന്ന് പറഞ്ഞാൽ 8/2 എന്ന് കിട്ടും. 8/2 എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇത് അവിടെ കിടക്കട്ടെ. ഇത് ഓയുടെ കോർഡിനേറ്റ്. ഇതേപോലെ തന്നെ DB എന്ന് പറയുന്ന ലൈൻ എടുത്താലും അവിടെ നമുക്ക് ഓയുടെ കോർഡിനേറ്റ് കിട്ടും. അപ്പം ഞാൻ രണ്ടാമത്തെ ഡയഗണലായ DB അല്ലെങ്കിൽ BD എടുത്തു. അവിടെയും ഞാനിതാ ഈ സെയിം ഇക്വേഷൻ തന്നെ നമ്മളുടെ റേഷ്യോ വെച്ചിട്ട് O എന്ന് പറയുന്ന കോർഡിനേറ്റ്, ഈ 2 പോയിന്റിലും നമ്മൾ O എന്ന് കണ്ടുപിടിക്കുമ്പോൾ ആ 2 Oയും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. കാരണം രണ്ടും ഒരേ പോയിന്റിലല്ലേ കൂട്ടിമുട്ടുന്നത്. അപ്പോൾ അത് രണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡയഗണൽസ് വരച്ചിട്ടുള്ളത്. ഓക്കെ ആണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇക്വേഷൻ യൂസ് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ സ്ലൈഡ് പിന്നെ പോകും, അതുകൊണ്ട് ഒന്നുകൂടി ശ്രദ്ധിച്ചോളാം. AC എന്ന് പറയുന്ന ഡയഗണലും DB എന്ന് പറയുന്ന ഡയഗണലും ബൈസെക്ട് ഈച്ച് അതർ ആണ്. പാരലോഗ്രാമിന്റെ ഡയഗണൽസ് പരസ്പരം ബൈസെക്ട് ചെയ്യും, അഥവാ ഈക്വലി ഡിവൈഡ് ചെയ്യും. അതുകൊണ്ട് അവിടുത്തെ റേഷ്യോ 1:1 എന്ന് വരും. 1:1 എന്ന് വരും. അങ്ങനെ ഞാൻ AC എന്ന് പറയുന്ന ലൈൻ ഉപയോഗിച്ചിട്ട് ഓയുടെ കോർഡിനേറ്റ് കണ്ടു. M1ഉം M2ഉം 1ഉം 1ഉം ആണ്. അത് വെച്ചിട്ട് ഞാൻ x2നെ x എന്നും x1നെ 1ഉം y2നെ 6 എന്നും y1നെ 2 എന്നും വെച്ചിട്ട് ഞാനത് ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടി ഓയുടെ കോർഡിനേറ്റ് x + 1/2 ആണ് x കോർഡിനേറ്റ്, y കോർഡിനേറ്റ് 4 ആണ്. ഇനി ഇതേപോലെ ഞാൻ DB അല്ലെങ്കിൽ BD എന്ന് പറയുന്ന ഡയഗണൽ എടുത്തിട്ട് O എന്ന് പറയുന്നതിൻ്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ശരിക്കും ശ്രദ്ധിച്ചോളാം എങ്ങനെയാണ് ഓയുടെ കോർഡിനേറ്റ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, ഇവിടെ ഞാൻ M1 M2 എടുക്കുകയാണ്. ഇവിടത്തെയും റേഷ്യോ എന്താണ്? 1:1 ആണ്. അപ്പോൾ M1ൻ്റെ സ്ഥാനത്ത് 1 വരും. x2നെ ഞാൻ 3 എടുത്തു. അപ്പോൾ x1 എത്രയാ? 4. y2നെ ഞാൻ 5 എന്നെടുത്തു. അപ്പോൾ y1 എത്രയാ? y. ഓക്കെ, ഇത് ഞാനിവിടെ കൊടുത്തു കണ്ടോ. M1 × 3 x2 3, x1 4. ഇവിടെ M1 × y2 5, y1 y ആണ്. ഓക്കെ, അത് ഞാൻ അപ്ലൈ ചെയ്തു. ഓക്കെ മക്കളെ, അപ്പം എന്നാൽ ബാക്കി ഞാൻ ചെയ്യാൻ പോവാണ്. 1 × 3 3 ആണ്. 1 × 4 4 ആണ്. 1 × 5 5 ആണ്. 1 × y y ആണ്. 1 + 1 2 ആണ്. ഓക്കെ, അത് ഞാൻ ഇവിടെ എഴുതി. ഇനി 3 + 1 എന്ന് പറഞ്ഞാൽ 4 ആണ്. 7 ആണ്. 7/2 5y + 2/2 കിട്ടും.
ഓക്കെ. ഇനി ഇതിൽ നിന്നും ഇനി ഇവിടെ ശരിക്കും ശ്രദ്ധിച്ചോളാം. ഇതും ഓയുടെ കോർഡിനേറ്റ് ആണ്. ഞാനിവിടെ ഓ എന്ന് എഴുതിയിട്ടില്ല. ഇതും ഓയുടെ കോർഡിനേറ്റ് ആണ്. ഇതും ഓയുടെ കോർഡിനേറ്റ് ആണ്. എ സി എന്ന് പറയുന്ന ഡയഗണൽ എടുത്തപ്പോൾ രണ്ടും കൂട്ടിമുട്ടുന്നത് ഓ എന്ന് പറയുന്ന പോയിന്റിലാണ്. അപ്പോൾ രണ്ടിലും നമ്മൾ കണ്ടുപിടിച്ചത് ഓ എന്ന് പറയുന്ന കോർഡിനേറ്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഓ എന്ന് പറയുന്ന കോർഡിനേറ്റ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണ്ടേ അല്ലേ? ഇവിടെ എ സി എന്ന് പറയുന്ന ലൈനും ഡി ബി എന്ന് പറയുന്ന ലൈനും ഓയിലാണ് കൂട്ടിമുട്ടുന്നത്. അങ്ങനെയെങ്കിൽ രണ്ടും ഓയിൽ തന്നെ കൂട്ടിമുട്ടുമ്പോൾ ആ കോർഡിനേറ്റ് സെയിം ആകൂലേ? രണ്ടും ഒരേ പോയിന്റ് ആകുമ്പോൾ കോർഡിനേറ്റ് ഡിഫറെൻ്റ് ആവില്ലല്ലോ? ഇല്ല. അപ്പോൾ ഇവിടെ ഈ x+1/2 എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആയിരിക്കും? ഇവിടെയുള്ള 7/2ന് ഈക്വൽ ആയിരിക്കും. കാരണം രണ്ടും ഓയുടെ കോർഡിനേറ്റ് ആണ്. എ സി എന്ന് പറയുന്ന ഡയഗണലിലെ ഓ കോർഡിനേറ്റ് ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത്. പിന്നെ ഡി ബി എന്ന് പറയുന്ന ഡയഗണലിലെ ഓ കോർഡിനേറ്റ് രണ്ടും ഒരേ പോയിന്റ് ആണ്. അപ്പോൾ x+1/2 എന്ന് പറയുന്നത് 7/2ന് ഈക്വൽ ആവും. അപ്പം ഞാൻ x+1/2 = 7/2 കൊടുത്തു. ഇനി ഈ 2നെ നമുക്ക് ഇപ്പുറത്തോട്ട് കൊണ്ടുപോകാം. നമുക്ക് എന്താ പറയുക? സോൾവ് ചെയ്യാം. ഓക്കെ. ഈ 2നെ ഇപ്പുറത്തോട്ടും കൊണ്ടുവന്നു, ഇതിനെ ഇങ്ങോട്ടും കൊണ്ടുപോയി. അപ്പോൾ 2 × x+1 2 × 7 2 × x 2x പ്ലസ് 2 × 1 2 ആണ്. 7 × 2 14 ആണ്. ഇതിൽ നിന്ന് എക്സ് കാണണം. അപ്പോൾ ഞാൻ ഈ +2നെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി. അപ്പോൾ -2 വരും. 14ന്ന് 2 പോയാൽ 12. അപ്പോൾ 2x = 12 ആണെങ്കിൽ x എന്തായിരിക്കും? 12/2 6 വരും. സോറി, 12/6 അല്ല കേട്ടോ, സോറി ടൈപ്പ് ചെയ്തപ്പോൾ മാറിയാണ്. ഇവിടുത്തെ 2നെയാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ 12/2 6 വരും. ഓക്കെ. അപ്പോൾ എക്സ് കോർഡിനേറ്റ് കിട്ടി. എത്രയാ? 6 ആണ്. ഓക്കെ. എക്സ് കോർഡിനേറ്റ് അല്ല, എക്സ് 6 ആണ്. ആ എക്സ് എന്ന് പറയുന്നത് എവിടെയാണ്? ഇതാ ഇവിടെയാണ് കേട്ടോ 6 വരുന്നത്. അപ്പോൾ സി എന്ന് പറയുന്ന കോർഡിനേറ്റിലെ എക്സ് കിട്ടിയത് എത്രയാണ്? 6 ആണ്. ഓക്കെ. എത്രയാണ്? 6 ആണ്. മിഡ് പോയിന്റ് വെച്ച് നോക്കുമ്പോൾ 6 7/2 കറക്റ്റ് ആണ് അല്ലേ? ഓക്കെ. ഇനി അടുത്തത് y കോർഡിനേറ്റ്. 5 + y/2 എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആണ്? 4ന് ഈക്വൽ ആണ്. കാരണം അതും ഓയുടെ കോർഡിനേറ്റ് ആണ്. ഓയുടെ y കോർഡിനേറ്റ് 4 ആണെന്ന് ആദ്യം പറഞ്ഞു. പിന്നെ പറഞ്ഞു അത് 5 + y/2 ആണെന്ന്. എങ്കിൽ അത് രണ്ടും ഈക്വൽ ആവൂലേ? അപ്പം നമ്മൾ 5 + y/2 = 4 എന്നെടുക്കും. അതിൽ നിന്ന് 5 + y = 4 × 2. 4 × 2 ഇത് ഡിവിഷൻ ആണല്ലോ. ഡിവിഷൻ ഇങ്ങോട്ട് പോകുമ്പോൾ എന്താ? മൾട്ടിപ്ലിക്കേഷനോ? 4 × 2 8 എന്ന് കിട്ടും. അതിൽ നിന്ന് ഈ +5നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി. അപ്പോൾ 8 - 5 = 3 എന്ന് വരും. അപ്പോൾ y കോർഡിനേറ്റും കിട്ടി 3. എവിടെ? ബി എന്ന് പറയുന്ന കോർഡിനേറ്റ് 4y എന്നായിരുന്നു. അതിലെ y കോർഡിനേറ്റ് കിട്ടി എത്രയാ? 3 ആണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് അഥവാ സി എന്ന് പറയുന്ന വേർട്ടെക്സിൻ്റെ എക്സ് കോർഡിനേറ്റ് 6. അപ്പോൾ സിയുടെ കോർഡിനേറ്റ് 6 എന്നും കിട്ടും. നമ്മളോട് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ എന്നാണ്. അപ്പോൾ x 6, ഇവിടെ y നമുക്ക് 3 എന്ന് കിട്ടും. അപ്പോൾ 4 3 എന്നും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സും വൈയും കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. എക്സ് നമുക്ക് 6ഉം കിട്ടി, വൈ നമുക്ക് എന്തും കിട്ടി? 3ഉം കിട്ടി. അപ്പം മക്കളെ പാരലോഗ്രാമിൻ്റെ പ്രോപ്പർട്ടി മറക്കല്ലേ. പാരലോഗ്രാം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെയ്യണം കേട്ടോ. പാരലോഗ്രാമിൻ്റെ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. ദ ഡയഗണൽസ് ഓഫ് പാരലോഗ്രാം ബൈസെക്ട് ഈച്ച് അതർ. ഈ സംഭവം മറക്കരുത്. ഡയഗണൽസ് ഓഫ് പാരലോഗ്രാം ബൈസെക്ട് ഈച്ച് അതർ. അത് വെച്ചിട്ടാണ് നമ്മൾ എ സി എന്ന് പറയുന്ന ഡയഗണൽ എടുത്തിട്ട് ഓ കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ ഡി ബി എന്ന് പറയുന്ന ഡയഗണൽ വെച്ചിട്ട് ഓ കണ്ടുപിടിച്ചു. ഈ രണ്ട് ഓയും സെയിം ആയതുകൊണ്ട് അത് രണ്ടും ഇക്വേറ്റ് ചെയ്തുകൊണ്ട് എക്സും വൈയും കണ്ടുപിടിച്ചു. ഓക്കെ.